ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് നമുക്ക് പൊതുവെ വെള്ളം കുടിക്കാൻ മടിയായിരിക്കുമല്ലേ. പുറത്ത് തണുപ്പ് കാരണം വെള്ളം കുടി കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ എത്ര മഴയാണെങ്കിലും വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തണുപ്പില്ലാതെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ വാട്ടർമെലോൺ ജിഞ്ചർ പഞ്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് വാട്ടർമെലോൺ ആണ്. വാട്ടർമെലോൺ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച വാട്ടർമെലോണിൻ്റെ പീസ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഴക്കാലത്ത് ദഹനത്തിനൊക്കെ ഇഞ്ചി വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് പുതിനയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില ചേർക്കുമ്പോൾ ഈ പഞ്ചിന് നല്ലൊരു ഫ്രഷ് മണം കിട്ടും. അതുകൊണ്ടാണ് കുറച്ച് പുതിനയിലയും ചേർക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കേണ്ട, ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. തണ്ണിമത്തന് നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒട്ടും തണുപ്പില്ലാത്ത വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ തണ്ണിമത്തനും ഇഞ്ചിയും പുതിനയും ഒക്കെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും പുതിനയിലയൊക്കെ വാട്ടർമെലോൻ്റെ കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ തണ്ണിമത്തൻ്റെ കുരു ഒന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. ഇനി നമുക്ക് ഈ വാട്ടർമെലോൺ ജിഞ്ചർ പഞ്ചിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഞാൻ പിഴിഞ്ഞെടുക്കുവാണ്. ഇതാ നാരങ്ങ പിഴിഞ്ഞപ്പോൾ ചെറിയൊരു കുരു ഇതിൽ വീണിട്ടുണ്ട്. അത് സാരമില്ല, നമുക്കൊരു സ്പൂൺ വെച്ച് സാവധാനം എടുത്ത് മാറ്റാം. അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത് മധുരത്തിന് കൂടെ ആ ഒരു ചെറിയ പൊളിപ്പും കൂടി കിട്ടുമ്പോഴാണ് ഈ പഞ്ച് കുടിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് പകുതി നാരങ്ങയുടെ നീര് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഫുള്ളായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നാരങ്ങ നീരിലെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കുരുമുളക് പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയും നാരങ്ങയുടെയും കൂടെ ഈ കുരുമുളകിൻ്റെ ആ ഒരു ചെറിയ എരിവും മണവും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജ്യൂസിന് ആ ഒരു സ്പെഷ്യൽ പഞ്ച് കിട്ടുന്നത്. മാത്രമല്ല ഇത് മഴക്കാലത്ത് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസവും നൽകും. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ആ ജ്യൂസും കൂടെ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ നീരും കുരുമുളകും കൂടെ എല്ലാം കൂടെ മിക്സായി കിട്ടാൻ വേണ്ടി ഒന്ന് സ്പൂൺ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മുകളിലൊരു കുഞ്ഞ് വാട്ടർമെലോൺ കഷ്ണവും ഒരു ഫ്രഷ് പുതിനയിലയും വെച്ച് നമുക്കിത് ഗാർണിഷും കൂടി ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടില്ലേ. അപ്പോൾ തണ്ണിമത്തൻ്റെ ആ മധുരവും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ ആ ഒരു ചെറിയ എരിവും കൂടി വരുമ്പോൾ ശരിക്കൊരു വെറൈറ്റി ടേസ്റ്റാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മഴയത്ത് കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഹെൽത്തി ഡ്രിങ്കാണിത്. എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.